ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉപയോഗിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമ്മുടെ ഐഡിയൻസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പൗച്ച് നമുക്ക് റെഡിയാക്കി എടുത്താലോ. അതിന് വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിതുപോലെ കുറച്ച് ഫ്ലവേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് പിങ്ക് ഷെയ്ഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കും, ഇതുപോലെ ഒന്ന് റൗണ്ട്സ് വരച്ച് കൊടുക്കുക. ഇനി എന്താ റെഡ് ഷെയ്ഡോണ്ട് അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ചെറുതും വലുതുമായ കുറച്ച് ഫ്ലവേഴ്സിനെ അവിടെയൊക്കെ ആയിട്ടൊന്ന് പെട്ടെന്ന് വരച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ ഇനി കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കാം. അതിന് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഗ്രീനും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് 2-3 ലീവ്സൊക്കെ അവിടെയൊക്കെ ആയിട്ടൊന്ന് പെട്ടെന്ന് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിനും ലീവ്സ് വരക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഇങ്ങനെ ആയാൽ തന്നെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഒന്ന് ഇത് വരുത്താൻ വേണ്ടി നമ്മൾ ഫിംഗേഴ്സിൽ ഇതുപോലെ റെഡ് കളറൊന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡ് ഒന്നുകൂടെ കൂടും. ഇത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. പിന്നിട്ടും എനിക്ക് മതിയായില്ല. അപ്പോൾ എന്തായാലും പുതിയ പാലറ്റൊക്കെ വാങ്ങിയല്ലേ, എന്നിട്ട് അതും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ എങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ളത് കഴിഞ്ഞു. ഇനി ഡ്രൈ ചെയ്യുക, നമ്മൾ പൗച്ചിലേക്ക് സ്റ്റിക്ക് ചെയ്യുക, ഫോൺ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നത്തെയും പോലെ ലൈക്കും